Hi dears, welcome back to our family. അപ്പം നമ്മൾ കൊല്ലത്ത് സ്ക്രീൻഷോട്ടൊക്കെ വരുന്നു. കൊല്ലത്ത് കുരിപ്പുഴയിൽ റിസോർട്ടിലാണ് ഉള്ളത്. ഞാൻ, ദേവു, ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാവരും ഉള്ളത്. പക്ഷേ സഡൻലി പ്ലാൻ ചെയ്തതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിപ്പുഴ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് 1 കിലോമീറ്റർ ഉണ്ടാവും. ദേവു ഈ കൊല്ലം ജില്ലയിലായിട്ട് ഇതുവരെ ഈ റിസോർട്ട് കണ്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മളിവിടെ വന്നിട്ടില്ല. നമുക്ക് ആ റിസോർട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. വീടുള്ളപ്പോൾ പിന്നെ നമുക്ക് റിസോർട്ടിന്റെ കാര്യമില്ല. പക്ഷെ ഇവിടെ ഭയങ്കര നമ്മുടെ അഷ്ടമുടി കായലുണ്ടല്ലോ, കായലിന്റെ തീരത്തുള്ള റിസോർട്ടാണ്. റിപ്പോസ് എന്നാണ് റിസോർട്ടിന്റെ പേര്. ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. കണ്ടൊരു ആംബിയൻസ് കണ്ടുകൊണ്ട് നമ്മളൊരു നല്ലൊരു കാര്യം കാണുമ്പോൾ നമ്മൾ പറയല്ലോ, ബാക്കിയുള്ള ആളോടും പറയല്ലോ. ഇവര് ചേച്ചി അമ്മയൊക്കെ മെനഞ്ഞാന്ന് രാത്രി വന്നതാണ്. മെനഞ്ഞാന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് ചേഞ്ച് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റിസോർട്ടിൽ റൂം എടുത്ത് അമ്മയും ഗോകുലിന്റെ മൂത്ത ചേച്ചിയും അവിടേക്കാണ്. ഞങ്ങൾ 4 പേരോടെയാണ് പോകുന്നത്. പിന്നെ കാശിക്കുട്ടനുമുണ്ട്. നല്ല രസം കേട്ടോ. ഒരു തറവാട് പോലുള്ള, നമ്മളെടുത്തേക്കുന്ന ഒരു ക്വാർട്ടേഴ്സാണ്. തറവാട് പോലെ അവരെടുത്തേക്കുന്നൊരു ഹട്ടാണ്. നമ്മുടെ കുറച്ച് പൊക്കത്തൊക്കെ ആയിട്ട് ഹട്ട്. നല്ല രസമുണ്ട്. അത് വീഡിയോ കാണിച്ചു തരാമേ. പിന്നെ ഇവിടെ 5 റൂംസേ അവൈലബിൾ ഉള്ളൂ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാ. നമുക്കതൊക്കെ കാണാം. 5 റൂംസേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ എന്താണ് പറഞ്ഞത്, 2500 ആയിരുന്നു കേട്ടോ ഒരു റൂമിൻ്റെ റെൻറ്റ് വരുന്നത്. ഭയങ്കര അഫോർഡബിൾ. പിന്നെ സീസൺ അനുസരിച്ച് എനിക്ക് തോന്നുന്നു ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും. അവരാണ് ഇവിടുത്തെ കെയർ ടേക്കർ. നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ തൊട്ട് ആ കുട്ടി നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാത്തിനും ഉണ്ട്. പിന്നെ ഭയങ്കര ആംബിയൻസും പണ്ടത്തെ ഒരു തറവാടുണ്ടല്ലോ അതുപോലെ ഉണ്ട്. ആ ഒരു മാനുഫാക്ചറിങ് കൊള്ളാം, രസമുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ കാണാം. ഇത് കയറി വരുന്ന, അതായത് നമ്മുടെ റിപ്പിൾസ് റിസോർട്ട്, അവരുടെ റിസോർട്ടിലേക്ക് കയറി വരുന്ന എൻട്രൻസ് ഭാഗത്ത് തന്നെയാണ് ഒരു കോട്ടേജ് ഉള്ളത്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇതുപോലുള്ള കോട്ടേജുകളാണ് എല്ലാം ഉള്ളതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടത്. അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാമേ. ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. ഇഷ്ടംപോലെ മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. ഇവർ കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞല്ലോ, അധികം ഗസ്റ്റ് ഒന്നും വരാത്തൊരു ചെറിയ റിസോർട്ടാണ്. കുറച്ചുകൂടെ ഉള്ളിലായിട്ടായതുകൊണ്ടിട്ട് പോട്ടെ, ഞാൻ എൻ്റെ വീട് അടുത്താണ്, 3 കിലോമീറ്റർ ഉള്ളിലാണ്. എന്നിട്ട് പോലും എനിക്കറിയാൻ വയ്യ. അപ്പോൾ പിന്നെ പറയണോ? പക്ഷേ അറിഞ്ഞറിഞ്ഞ് ആളുകൾ വരുമായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. വരട്ടെ. നല്ല കസ്റ്റമർ സർവീസും നല്ല സർവീസും അതുപോലെ തന്നെ നല്ല ക്വാർട്ടേഴ്സുമാണ്. പീസ്ഫുള്ളായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ, എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. ഇപ്പോൾ വീട്ടിലിരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നല്ല രസമായിരുന്നു. ഒരു 3 ഡേയ്സ് നമ്മൾ നമ്മുടെ ഫാമിലി പോലെ, നമ്മുടെ വീട് പോലെ നമ്മൾ അവിടെ നിന്നു. ഭയങ്കര രസമായിരുന്നു. ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു 1 ഏക്കർ ഉണ്ടാവും കേട്ടോ. 1 ഏക്കറിൻ്റെ അകത്തുണ്ടാവും ആ റിസോർട്ടെല്ലാം കൂടെ. 5 റൂംസേ അവൈലബിൾ ഉള്ളൂ. എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല സ്ഥലങ്ങളുണ്ട് ഇവർക്ക്. ഇപ്പോൾ പൂൾ അവൈലബിൾ അല്ല. അവരിപ്പോൾ പൂള് പണിയാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ക്വാർട്ടേഴ്സ്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 കെട്ട് മോഡലിലാണ് ഇവർ പണിതിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ മോഡലിൽ പണിതിരിക്കുന്നത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റൂമും അതുപോലെ തന്നെ TV ഉണ്ട്, AC ഉണ്ട്, പിന്നെ ചെറിയൊരു ഡ്രസ്സിങ് റൂമുണ്ട്, കബോർഡ് ഉണ്ട്, പിന്നെ ഒരു മേക്കപ്പ് ടേബിൾ ഉണ്ട്, പിന്നെ വാഷ്റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഞാൻ എവിടെയെങ്കിലും റിസോർട്ടിലോ ഹോട്ടലിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് വാഷ്റൂം ക്ലീൻ ആണോ എന്നാണ്. എനിക്കറിയില്ല അത് എന്ത് സ്വഭാവമാണ് എന്ന്. ഞാൻ അത് നോക്കിയിട്ട് അവിടെ റൂം എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുള്ളൂ. സോ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വാഷ്റൂമായിരുന്നു. എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ റൂമും അത്യാവശ്യം വലിപ്പമുണ്ട്. ഞങ്ങൾ കംഫർട്ടായിരുന്നു, സേഫായിരുന്നു, ഇഷ്ടമായി. എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ പുറത്തേക്ക് വരുമ്പം ഒരുപാട് മാവുകളുണ്ട്. ഞങ്ങൾ ഒരുപാട് മാങ്ങ എറിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഒക്കെ മാവാണ്. ആ ഒരു കുഞ്ഞ് ഹട്ട് കണ്ടോ? ഈ ഹട്ടിന് എന്താണ് ആ ഒരു വേർഡ്? ഏർമാടം. ഈ ഏർമാടം പോലെ ഒന്നാണ് അത്. പൊക്കത്തേക്ക് ചെറിയ കമ്പിയൊക്കെ വെച്ചിട്ടാണ് അത് പണിതിരിക്കുന്നത്. അതിൻ്റെ അകത്തായിരുന്നു ചേച്ചിയും ചേട്ടൻ. അത് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വലുതല്ല, ബാൽക്കണിയോട് കൂടിയിട്ട്, നമുക്ക് ഈ കായലിൻ്റെ വ്യൂ വരുന്ന ബാൽക്കണിയോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു സ്ഥലമുണ്ടോ. ഇതും ജസ്റ്റ് ഒരു ചെറിയ എന്താ പറയുക, ഒരു നല്ല സ്പേസ്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലും നമുക്ക് നോക്കാനും കാണാനും ഒക്കെ പറ്റിയ സ്പേസാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങി, ഞങ്ങൾ രാത്രി ചെന്നിട്ട് ഈ രാവിലെ വരെയും തൊഴാതെ മഴ പെയ്യായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. അതാണ് നമ്മുടെ
ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കോട്ടേജിലായിരുന്നു. ഒരു കോട്ടേജ്, ഒരു ഏർമാടം, പിന്നെ ഒരു ഗസ്റ്റ് റൂം, ഒരു എന്താ അതിന് പറയാൻ, ഞാൻ കാണിച്ചു തരാം. അതിന് പറയുന്ന ഒരു റിസോർട്ട് പോലെ, ഒരു വീടിൻ്റെ അകത്തൊരു 4 റൂം അങ്ങനെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഹൗസ് ബോട്ടുകൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൗസ് ബോട്ടിൻ്റെയൊക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. ഇതൊരിക്കലും ഒരു കൊളാബോ പ്രൊമോഷനോ ഒന്നുമല്ല. ഞങ്ങൾ പോയി ഞങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മഴ കൊണ്ടിട്ടാണ് ഈ തേരട്ട ഉണ്ടായിരുന്നു. ഇത്രയും വലിയ തേരട്ടേനെ ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് കാണുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തത്. ഇതേ ചെറിയൊരു വരച്ച് വെച്ച പോലെ ഉണ്ടല്ലേ, അതാണ് ഞാൻ പറഞ്ഞ ഏർമാടം. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയാണ്. കുടയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടി കൊണ്ടുവന്ന് തന്നിട്ട് പോയതാണ്. മഴ ആയതുകൊണ്ടിട്ട് കുടയൊക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷെ മഴ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വൈബാണ് കേട്ടോ. മഴയുള്ളപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൊള്ളാം. ഒരു പാർട്ടിക്ക് നമുക്ക് ഈ എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ, ഇപ്പം മറ്റേ ഒരു ഓപ്പൺ ഇതൊക്കെ ചെയ്യുമല്ലോ, ഫങ്ഷനൊക്കെ, അതിനൊക്കെ പറ്റിയ ആംബിയൻസ് ഒക്കെ ഉണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ചോദിക്കാൻ വയ്ക്കും. പിന്നെ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ എടുത്തു തരുമായിരിക്കും. അത് എനിക്കറിയത്തില്ലേ. ചേച്ചിയും ചേട്ടനും വരുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് റൂമിലോട്ട് കൊടുത്താലെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അടുത്താണ് നമ്മുടെ നീണ്ടകര ഹാർബർ. അപ്പം ഫിഷിംഗ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് അവിടെ. നിൽക്കണോ, കുറേ ഉണ്ട്, കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. എനിക്ക് ഇവരുടെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ എന്താ, ഒരു റിസോർട്ടിൻ്റെ ഒരു നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതുണ്ട് ഇവിടെ. എനിക്കിഷ്ടമായി ഇവിടുത്തെ ആംബിയൻസ്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല. നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വന്നിരുന്നിട്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. കൊള്ളാം. ആയിരിക്കും അവരത് പിന്നെ മറച്ചായിരിക്കും കേട്ടോ, വേണ്ടെന്ന് വിചാരിച്ചിട്ട്. അത്രയും സ്പേസിൽ എന്തായാലും ഇല്ലെങ്കിൽ ബ്ലാക്ക് കൊണ്ട് നീണ്ട കാര്യമില്ലല്ലോ. ഞാൻ അവിടെ മുകളിലേക്ക് കയറി പോകാനുള്ള സ്ഥലമുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞാണെങ്കിൽ എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബീച്ചിൻ്റെ സൈഡിലേക്ക്, കായലിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് ആഘോഷിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. പിന്നെ അത് എന്തോ ടേബിൾ കൗണ്ടർ എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡിൻ്റെ ആയിരിക്കും. പിന്നെ അത് ഒരു വീട് പോലൊരു സ്ഥലം. ഇങ്ങോട്ട് നമ്മൾ വന്നില്ല. നല്ല രാത്രിയിലല്ലേ വന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടൊക്കെ വന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ റൂംസ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അത് ഒരു ക്വാർട്ടേഴ്സും ഒരു ഹട്ടുമാണ്. ഇവിടെ ബാക്കി റൂംസ് ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചുതരാം. ഇത് അവരോട് ചോദിച്ചിട്ട് ഞാൻ കറക്റ്റ് പറയാട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ബാക്കി റൂംസ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ആണ്, ഇവിടെയാണ് ബാക്കി റൂംസ്. ബാക്കി 2 റൂംസ് ഉള്ളത് ഇവിടെ ആയിരിക്കണം. നമുക്ക് ആ കുട്ടീനോട് ചോദിച്ചു നോക്കാം. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് ചെറിയൊരു ഹോളുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലിയ രീതിയിലുള്ള ഹോളുണ്ട്. ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ സിറ്റ് ഔട്ട് ഉണ്ട്. പിന്നെ 3 ബെഡ്റൂമാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. പിന്നെ ഈ വീടിന് തന്നെ, വീടല്ല, ഈ റിസോർട്ടിൻ്റെ മുകളിൽ തന്നെ പാർട്ടി ഹോളുണ്ട്. അതായത് ഇപ്പോൾ ബർത്ത്ഡേയോ എൻഗേജ്മെൻറ്റോ ചെറിയ കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ വെച്ച് നടത്താൻ പറ്റുന്നതാണ്. അത്യാവശ്യം സ്ഥലം ഉള്ളത് കൊണ്ടിട്ട്, സ്പേസ് ഉള്ളത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാർട്ടിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു വൈബിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലാണ് കേട്ടോ. പിന്നെ ആ ചെറിയ ഗ്രില്ല് കണ്ടോ, അവിടെ നമുക്ക് ഫുഡൊക്കെ ഗ്രില്ല് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഗ്യാസൊക്കെ എടുക്കുന്നതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ടിട്ട് ബാക്കിയെല്ലാം ഓക്കെയാണ്, കംഫർട്ടാണ്. പിന്നെ ഞാൻ ഇതേ കാണിച്ച കണക്ക് ഹൗസ് ബോട്ട് ഉണ്ട്. അത് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ടിൻ്റെ ഫെസിലിറ്റീസ് അവർ അറേഞ്ച് ചെയ്ത് തരും. റിപ്പിൾസ് റിസോർട്ട് എന്നാണ്. എവിടെയായിരുന്നു സ്ഥലപ്പേര്? നമ്മുടെ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഓർക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ. നല്ല രസമുണ്ട്. കുരിപ്പുഴയാണ് ഈ റിസോർട്ട് വരുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അവരുടെ കോൺടാക്ട് നമ്പർ എൻ്റെ കയ്യിലില്ല. ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷനും അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. എനിക്ക് booking.com-ലുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്തിരുന്നാൽ മതി കേട്ടോ. 2500 ആണ് സ്റ്റാർട്ടിങ് എന്ന് തോന്നുന്നു. ചെറിയ റൂമിന്, ചെറിയ റൂമല്ല, ഒരു റൂമിന് 2500 ആണ് കേട്ടോ വരുന്നത്. ഫുഡ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പം നമുക്ക് രാവിലെ വന്നിട്ടുണ്ടായിരുന്നത് പുട്ടും മുട്ടക്കറിയും പഴവും പപ്പടവുമായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഏർമാടം. നല്ല വ്യൂ ആണ്. അത് പുറത്തുനിന്ന് കാണാനും അകത്ത് നിന്നിട്ട് പുറത്തേക്ക് കാണാനും നല്ല വ്യൂ ആണ്.
ഇവർ ചെയ്തിരിക്കുന്ന ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടോ എനിക്ക് നല്ല ഇഷ്ടമായി. രാവിലെ നമ്മൾ എണീറ്റ സമയത്ത് തന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്നേരമാണ് ഞാൻ രാവിലെ വീഡിയോ എടുത്തത്. ഇപ്പോൾ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ വന്നു. കാശിക്കുട്ടൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കിപ്പോൾ ടൈമൊക്കെ പോകാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. കാശി ബേബിയായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. ബേബിയുടെ കുസൃതിയൊക്കെ കാണുമ്പോൾ തന്നെ സമയം പോകുന്നത് എന്താണെന്ന് പോലും അറിയില്ല. എത്ര മണിയായി നമ്മൾ വാച്ച് നോക്കുമ്പോൾ അയ്യോ ഇത്ര ആയോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഓരോ ഡേയും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അപ്പം ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. ബിക്കോസ് നല്ലൊരു സ്പേസ് ഞാൻ കാണിച്ചു തന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്താനോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫാമിലിയായിട്ട് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ ഒക്കെ നിൽക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ. ഈ സാരി എനിക്ക് ഇതായിരുന്നു ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.